ഈ വീഡിയോയിൽ ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റ് ജിയോ പൊളിറ്റിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു 4 മണി ഇന്ത്യൻ സമയം 3:45 വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് വീണ്ടും അടയ്ക്കുന്നതായിട്ട് ഇറാൻ പ്രഖ്യാപിച്ചു, IRGC. അതിനെ തുടർന്ന് അവർ 2 ഇന്ത്യൻ ഷിപ്പുകൾക്ക് നേരെ വെടിയുതിർത്തു. വലിയ രീതിയിലല്ലെങ്കിലും ഒരെണ്ണം ഫോർമാലിറ്റി ഫയർ ആയിരുന്നു, അത് കപ്പലിന് പുറത്തേക്കും, മറ്റൊരെണ്ണം കപ്പലിന് നേരെയും വെടിവെച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഇത് പ്രത്യേകിച്ച് ഒരു സൂചനയാണ്, വാണിംഗ് ആണ്, ഒരു താക്കീത്, മുന്നറിയിപ്പ്. ഇറാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ എത്തണ്ട എങ്കിൽ അതിനെ നിങ്ങൾ തടയുമ്പോൾ ഞങ്ങളുടെ കപ്പലുകൾ പോകുന്നില്ല എങ്കിൽ മറ്റാരുടെയും കപ്പലുകൾ ഇതിലെ പോകണ്ട എന്നാണ് ഇറാന്റെ തീരുമാനം. ഞാൻ ഇതിനു മുമ്പ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ അപ്ഡേറ്റ് ചെയ്തിരുന്ന സമയത്ത് ട്രംപിന്റെ കുറേ ട്വീറ്റുകൾ, ഒരു 10-15 ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കെങ്ങനെയാണോ ആ പോസ്റ്റ് വായിച്ചപ്പോൾ തോന്നിയത്, അത് തന്നെയാണ് ഇറാനും തോന്നിയിരിക്കുന്നത്. കാരണം കുറേയധികം ഇറലവൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ട്രംപിൻ്റെ തിരക്കഥ സംഭാഷണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് ഇറാനും അത് ആ രീതിയിൽ തന്നെയാണ് വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ട്രംപ് അനാവശ്യമായിട്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നു, പുള്ളിക്കാരൻ്റെ സംസാരം ശരിയല്ല, ഇറാനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടുള്ള സംസാരം, കോളനിവൽക്കരണ രീതിയിലുള്ള സംസാരം, ഇത്തരത്തിലുള്ള ഡിക്റ്റേറ്റർഷിപ്പൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിച്ചാൽ മതി, ഇറാൻ്റെ അടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ചർച്ചയ്ക്കും വരുന്നില്ല, എവിടെയും വരുന്നില്ല, ഞങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അടയ്ക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ട് ഇറാൻ്റെ പ്രശ്നം എന്താണ്? ഇറാൻ്റെ മെസ്സേജ് വളരെ ക്ലിയറാണ്. ഞാൻ കൃത്യമായിട്ട് ആ മെസ്സേജ് റീഡ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, അബ്ബാസ് അറക്ചി പറഞ്ഞത്, കൊമേഴ്ഷ്യൽ ഷിപ്പുകൾ അവർക്ക് ചരക്ക് ഗതാഗതം നടക്കണം. കാരണം ഇറാൻ്റെ ഉള്ളിലേക്കുള്ള കമോഡിറ്റി അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അത് ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. അത് ഇറാനിൽ നിന്നും എണ്ണ കയറ്റി അയക്കുന്ന പോലെയുള്ള പരിപാടിയല്ല. നിരവധി ചരക്കുകൾ ഇറാൻ്റെ പോർട്ടിലേക്ക് എത്തി അത് അവരുടെ റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് പോകേണ്ടതുണ്ട്. ആ സാധനങ്ങളാണ് ഇപ്പോൾ അമേരിക്ക തടഞ്ഞ് തിരിച്ചയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ സ്പെസിഫിക് ആയിട്ട് കമേഴ്ഷ്യൽ ഷിപ്പുകൾക്ക് മാത്രം ഞങ്ങൾ പെർമിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ കമേഴ്ഷ്യൽ ഷിപ്പുകൾ അമേരിക്ക അനുവദിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇത് അമേരിക്കയ്ക്ക് മനസ്സിലാകുന്നില്ല. അമേരിക്ക വളരെ സ്റ്റബണായിട്ട് തന്നെ ഞങ്ങൾ ഇറാൻ കണ്ടീഷൻസ് 100% പൂർണ്ണമായിട്ടും അംഗീകരിക്കാതെ, അതായത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ, അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കാതെ ഞങ്ങൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറന്നു വിടില്ല, അല്ലെങ്കിൽ ഇറാന് ആക്സസ് ചെയ്യാൻ വിടില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. ഈ നിലപാട് തുടരുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപ് ഇടയിൽ കയറിയിട്ട് കുറേ സംഗതികൾ ഇങ്ങനെ എടുത്ത് പറഞ്ഞത്. അതിനെ ഒരു കാരണമായിട്ട് എടുത്തുകൊണ്ട് ഇറാൻ ഈ തുറന്നു വിട്ടിരുന്ന കമേഴ്ഷ്യൽ ഷിപ്പുകൾക്കുള്ള പെർമിഷനും റദ്ദാക്കിക്കൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നിലവിലെ സാഹചര്യം. അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യൻ ഷിപ്പുകൾക്ക് വെടിയേറ്റിട്ടുണ്ട്. അത് ഒരു സൂചനയായിട്ട് കണക്കാക്കാനാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറന്ന സമയത്ത് തന്നെ 5 പാകിസ്ഥാൻ ഷിപ്പുകൾക്ക് അവർ പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 പാകിസ്ഥാനി ഷിപ്പുകൾ പെർമിഷൻ വാങ്ങി റിലീസായി പോയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇപ്പം 6 ഷിപ്പുകൾക്കും പെർമിഷൻ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോരാഞ്ഞതിന് ഇതിന് മുമ്പ് ഇന്ത്യക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു. കാരണം ഇറാന്റെ പക്കൽ നിന്നും നമ്മൾ ഓയിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അതിനും അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കായിട്ട് ഒരു ലെവറേജും ഇറാന്റെ സൈഡിലില്ല. എനിവേ, ഇനി ചർച്ചയിലൂടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അതേസമയം ഇപ്പുറത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സൈഡിൽ നിന്ന് വാങ്ങിക്കാം. പക്ഷേ അതിപ്പം ഇറാൻ ആക്രമണം തുടങ്ങിയ സ്ഥിതിക്ക് ഇപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സൈഡിൽ, അതായത് സൗദി അറേബ്യ, UAE ഇതേപോലത്തെ രാജ്യങ്ങളിൽ നിന്ന് പോലും എണ്ണ വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇനി അഥവാ എടുക്കുന്നെങ്കിൽ സൗദിയുടെ യാൻബു പൈപ്പ് ലൈൻ, റെഡ് സീയുടെ ഭാഗത്തൂടെ ബാബൽ മന്ദീബ് ആ ഒരു ഏരിയയിലൂടെ കൊണ്ടുവരേണ്ടി വരും. ഇതാണ് നിലവിലെ സാഹചര്യം. എനിവേ, ഇതാണ് സിറ്റുവേഷൻ. അത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകളിൽ ഒരുപാട് കോൺട്രാഡിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇറാന്റെ ഒരു സൈഡിൽ നിന്നുള്ള വാദം. ഇനിയിപ്പോൾ എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം, ഇന്നലെ പാരീസിൽ വെച്ചിട്ട് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് 40 രാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു വലിയ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇമ്മാനുവൽ മാക്രോൺ, കീർ സ്റ്റാർമർ, മെർസ് ഫ്രെഡറിക്, ജോർജിയ മെലോണി, ഇന്ത്യയും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യ കോൺഫറൻസ് കോളിലൂടെയാണ് പങ്കെടുത്തത്. എന്തായാലും ഈ 40 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യയും പങ്കുചേർന്നിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി, പ്രത്യേകിച്ച് ഇപ്പം ഇതിനകത്ത് നേതൃത്വം കൊടുക്കുന്ന 4 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 4 രാജ്യങ്ങളാണ്. ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, UK. ഇവരാണ് യൂറോപ്പിനെ നയിക്കുന്ന ആൾക്കാർ. ഈ യൂറോപ്യൻ സംഘടന ഇപ്പം അതിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ നോക്കിയിരിക്കുന്നത്. കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, അതായത് കൊച്ചുകുട്ടികൾക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ ലോകത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ട് ഇവരിങ്ങനെ പെരുമാറുന്നുള്ളത് നമുക്കറിയില്ല. ഇവർക്ക് തലയ്ക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട സാഹചര്യമാണ്. കാരണം ഇപ്പം ഇന്നലെ ഇവർ പറഞ്ഞു കൊടുത്തത്, ഇപ്പോൾ ഇറാൻ ഇപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ നിലപാട് എന്താണ്? ഇനിയിപ്പോൾ ഞാനിപ്പോൾ നോക്കുന്നത്, ഇവർ
ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള വാദവുമായിട്ട് മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. 90% ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ വരെ ഞങ്ങൾ വാർഷിപ്പുകളെ അയക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ, കാരണം ഇന്നലെ എന്താണ്, ഇറാനും അമേരിക്കയും തമ്മിൽ ഓൾമോസ്റ്റ് ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ ചർച്ചകളൊക്കെ ഡെവലപ്പായി വരുന്ന സാഹചര്യമായിരുന്നു. ഇന്ന് സിറ്റുവേഷൻ നേരെ മാറിയിരിക്കുകയാണ്. അപ്പം ആ സാഹചര്യത്തിനൊത്ത് ഇവർ ഞങ്ങൾ വാർഷിപ്പുകളുമായിട്ട് വരും, ഞങ്ങൾ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് തുറക്കും എന്നുള്ള തരത്തിൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പോൾ ഇവർ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. കാരണം ഉക്രൈൻ്റെ വിഷയത്തിലും ഇവർ ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് പറയും, പിന്നെ പൈസ കൊടുക്കാന്ന് പറയും, കൊടുക്കത്തില്ല. ആയുധം കൊടുക്കാന്ന് പറയും, കൊടുക്കത്തില്ല. അപ്പൊ ഇങ്ങനെ പലതരത്തിലും ഉക്രൈനെയും ഇവർ ഇതേപോലെ പറ്റിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഉക്രൈൻ യുദ്ധം നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതാണ് നിലവിലെ സാഹചര്യം. ഇവർ ലോകത്തെ തന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യൻ ടൈം 4 PM 16 hours മുതൽ 18-ാം തീയതി 16 hours മുതൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് വീണ്ടും ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഒരു മൂവ്മെന്റും അവിടെ നടക്കുന്നില്ല, സ്റ്റില്ലായിരിക്കുകയാണ്. ഈ പോസ്റ്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ഈ ഇമ്മാനുവൽ മാക്രോണും UK-ക്കും ഫ്രാൻസിനും ഇറ്റലിക്കൊക്കെ ജർമ്മനിക്കും ഇപ്പൊ വന്നൂടെ? UK-ക്ക് ശരിയായ നാവികസേന തന്നെ ഇല്ല, അത് വേറെ കാര്യം. ജർമ്മനി അത് അടുത്ത കേസ്. പിന്നെ ഫ്രാൻസും ഇറ്റലിയും ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കി നിൽക്കേണ്ടത്. അപ്പൊ അതായത് ഇവർ സ്റ്റേറ്റ്മെന്റുകളും പ്രസ്താവനകളും മാത്രം ഇറക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ റിയലി ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഇവർക്കുണ്ടോ എന്നുള്ളത് ഇവർ തെളിയിക്കേണ്ട സമയം കൂടിയാണിത്. എനിവേ, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ അങ്ങനെ ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും ഒരു ക്ലാഷ് ആ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ. കാരണം ഇപ്പൊ ഇവിടെ അമേരിക്ക ബോ ഡൗൺ ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇവിടെ അമേരിക്ക ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ഒരു കണ്ടീഷനും, അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഒരു കണ്ടീഷനും അംഗീകരിക്കാൻ പോകുന്നില്ല. ഇപ്പൊ നിലവിൽ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് തുറന്നു കൊടുക്കുന്ന വെച്ചോ, അമേരിക്ക സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ആക്കിയിട്ട് ഇറാന്റെ ഷിപ്പുകളൊക്കെ പോട്ടെ എന്ന് പറയുന്നെങ്കിൽ അവിടെ അമേരിക്ക തോറ്റു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടെ അമേരിക്ക വളഞ്ഞു കൊടുത്താൽ പിന്നുള്ള ഒരു കണ്ടീഷനും ഇറാൻ അംഗീകരിക്കാൻ പോകുന്നില്ല. ട്രംപ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അതായത് ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഖുഷി മോഡിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. കാരണം വീണ്ടും ഞങ്ങൾ ബോംബ് ചെയ്യും എന്നുള്ള പ്രസ്താവന ട്രംപ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കോട്ട് ചെയ്തുകൊണ്ടാണ് ഇറാന്റെ ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ഇസ്മായിൽ ബാഗേരി പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്, വീണ്ടും അമേരിക്ക, അതായത് ഞങ്ങൾ വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇറാന്റെ മേളിൽ ബോംബ് ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത്. സോ ബോംബിങ് അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും ചെയ്യാൻ കഴിയും എന്നുള്ള തരത്തിലാണ് ഇറാൻ അതിനെ എതിർത്ത് കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അതും ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇസ്രായേലിന് അത് ഡബിൾ ഹാപ്പിയാണ്. ഇപ്പൊ ഇസ്രായേൽ ഉടനെ തന്നെ IRGCയിലെ IDF എലിമിനേറ്റ് ചെയ്ത വലിയൊരു ഫോട്ടോ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ആയത്തുള്ള കമ്പനിയാണ് ടോപ്പ്. അതിന്റെ തൊട്ട് താഴെ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ട് IRGCയുടെ തലപ്പത്തുള്ള ആൾക്കാരുടെ സീനിയോറിറ്റി അനുസരിച്ച് കൃത്യമായിട്ട് ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് IRGCയിലെ സീനിയർ പൊസിഷനിലുള്ള ചിലരുടെ ഇമേജുകൾ മാത്രമാണ്. ഞങ്ങൾ നിരവധി പേരെ വധിച്ചിട്ടുണ്ട്, ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെയാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഇനിയും നിരവധി പേരെ ഞങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യേണ്ടതുണ്ട്, ജോബ് പെൻഡിങ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഇറാനിൽ. അതേപോലെ ലെബനന്റെ ഉള്ളിലും ജോബ് പെൻഡിങ് ആണെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിന്റെ ഉള്ളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഓപ്പോസിറ്റ് പാർട്ടികളായിക്കോട്ടെ, അതേപോലെ തന്നെ ഈ തീവ്ര നിലപാടുള്ള ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നെതന്യാഹു പല സ്ഥലങ്ങളിലും പരാജയപ്പെട്ടു എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ. ലയൺ റോറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മിഷനാണ് ഇസ്രായേൽ സ്റ്റാർട്ട് ചെയ്തത്. അവസാനം പൂച്ചയുടെ മിയാവ് പോലെ ആയിപ്പോയി നമ്മളുടെ ഓപ്പറേഷൻ എന്നുള്ള തരത്തിൽ ലിക്വിഡ് പാർട്ടിയെ, അതായത് നെതന്യാഹുവിനെ മോക്ക് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും വരുന്നുണ്ട്. അപ്പൊ അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ കനത്ത എതിർപ്പാണ്. ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചതിലും ലെബനാനിലേക്ക് ഒരു സീസ് ഫയറിലേക്ക് പോയതിലും കൃത്യമായിട്ടുള്ള വിയോജിപ്പ് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഏതൊരു പോയിന്റിലും ലെബനാന്റെ ഉള്ളിലേക്കായാലും ശരി തന്നെ, ഇറാന്റെ ഉള്ളിലേക്കായാലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ആക്രമണം നടത്താൻ തയ്യാറായിട്ടുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇതാണ് നിലവിലെ സാഹചര്യം. ഇസ്രായേൽ വളരെ ഹാപ്പിയാണ്. അതായത് ഇറാൻ യുദ്ധം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക അഥവാ നെതന്യാഹുവിന്റെ ക്ലോസ് ഫ്രണ്ട് ട്രംപ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഫിനിഷ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ. ലെബനന്റെ ഉള്ളിൽ നിന്നും കൃത്യമായിട്ടുള്ള മെസ്സേജ്, ലെബനന്റെ ഉള്ളിൽ നിന്നും കൃത്യമായിട്ടുള്ള മെസ്സേജ്, അതായത് ഹെസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ ലെവലിലുള്ള ഒരു വ്യക്തി, വഫീഖ് സഫ എന്ന് പറഞ്ഞാണ് ഇയാളുടെ പേര്. ഈ വഫീഖ് സഫ കുറെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ ഒന്ന്, ഞങ്ങൾ ഒരിക്കലും ഡിസാർമെന്റ് ചെയ്യില്ല, ഞങ്ങൾ ആയുധം താഴ്ത്തില്ല, നമ്പർ 1. രണ്ടാമത്, IDF ലെബനനിൽ നിന്നും പൂർണ്ണമായിട്ട് പുറത്തു പോകണം, നമ്പർ 2.
ഹമാസ് പറഞ്ഞിരിക്കുന്ന അതേ സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നെയാണ് ഇവരും പറയുന്നത്. അതുപോലെ ഹെസ്ബുള്ളയുടെ സൈഡിൽ നിന്നും പ്രിസണേഴ്സ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കുറെ ആൾക്കാരെ ഇസ്രായേൽ, അവരെ റിലീസ് ചെയ്യണം. പിന്നെ സദൻ ലെബനാൻ ആയിക്കോട്ടെ, അതേപോലെ ഇസ്രായേൽ ക്യാപ്ചർ ചെയ്ത വില്ലേജുകളിൽ നിന്നും കുറെ ആൾക്കാരെ ഡിസ്പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും അവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ സ്ഥലങ്ങളിലേക്ക് അവരെ വീണ്ടും പുനരധിവസിപ്പിക്കണം. ഇത് അടുത്ത റിക്വസ്റ്റ് ആണ്. പിന്നെ അതുപോലെ ഹെസ്ബുള്ളയുടെ കുറെ സ്ഥാപനങ്ങൾ, ഈ കർദൽ ഹസൻ ബാങ്ക് പോലത്തെ സ്ഥാപനങ്ങൾ, അതേപോലെ കുറെ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതുപോലെ നിരവധി സ്ഥാപനങ്ങളൊക്കെ അടിച്ച് നശിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ. അതിനുള്ള കോമ്പൻസേഷനും തരണം എന്നാണ് പറയുന്നത്. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഈ കോമ്പൻസേഷനും കൂടി വരുന്നുണ്ട്. ഇതൊരു പുതിയ സംവിധാനമാണ് ഇപ്പോൾ. അപ്പൊ അങ്ങനെ കൃത്യമായിട്ടുള്ള റിക്വസ്റ്റ്, അങ്ങനെ കൃത്യമായിട്ടുള്ള നിബന്ധനകൾ ഹെസ്ബുള്ളയുടെ സൈഡിൽ നിന്നും വഫീഖ് സഫ എന്ന് പറഞ്ഞ സീനിയർ കമാൻഡർ ആവശ്യപ്പെടുന്നുണ്ട്. ഇസ്രായേൽ ഇന്ന് തന്നെ 50 വില്ലേജുകൾ, സദൻ ലെബനാൻ ഏരിയയിൽ 50 വില്ലേജുകൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 50 വില്ലേജുകളിലേക്കുള്ള താമസം ഒഴിവാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. നിങ്ങൾ അവിടെ കയറി വരരുത്. കാരണം സീസ് ഫയർ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സദൻ ലെബനാനിൽ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ തിരികെ വരുന്ന സമയത്ത് ഇസ്രായേൽ 50 വില്ലേജുകളിലേക്കുള്ള പ്രവേശനം നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് 2 സ്ഥലങ്ങളിൽ വെടിവെപ്പ് ഉണ്ടായതായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. സീസ് ഫയർ ആണ് നിലനിൽക്കുന്നത്, എന്നാലും ഇസ്രായേൽ അവിടെ കൃത്യമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു ഇസ്രായേൽ. അപ്പൊ അങ്ങനെ ഇസ്രായേൽ അമേരിക്ക എടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ലബനാനിലും ഇറാനിലും ഞങ്ങൾക്ക് കുറച്ച് പെൻഡിങ് ജോബ്സ് ഉണ്ട്, അപ്പോൾ ആ ജോബ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൂടി തരണമെന്നാണ് ഇസ്രായേൽ അമേരിക്ക എടുത്ത് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ സിറിയയ്ക്കുള്ളിൽ അഹമ്മദ് അൽ ഷാറയ്ക്കെതിരെ പ്രതിഷേധം. എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, അഹമ്മദ് അൽ ഷാറ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. കാരണം ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്നില്ല. കാരണം അഹമ്മദ് അൽ ഷാറ നല്ല ശരിയായ ദീനിയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കണം. കാരണം അതങ്ങനെയാണല്ലോ ഫണ്ടമെന്റൽ. അതെടുക്കുന്നില്ല. ഇറാനെ അനുകൂലിക്കണം, അതും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 2 വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ, ഐസിസ്, വേറെ ആര്, ഈ ഐസിസുകാരന്മാർ ഇപ്പം അഹമ്മദ് അൽ ഷാറയ്ക്കെതിരെ പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ് സിറിയയ്ക്കുള്ളിൽ. ഇത് എത്രമാത്രം ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് മാറുമെന്നുള്ളത് നമുക്കറിയില്ല. സിറിയയ്ക്കുള്ളിൽ വീണ്ടും ഇതേപോലൊരു പ്രതിഷേധം ഇപ്പം, അതായത് അഹമ്മദ് അൽ ഷാറ ചുമതലയേറ്റതിന് ശേഷം ഇപ്പം തുടങ്ങിയിരിക്കുകയാണ് ആദ്യമായിട്ട്. ഇതിനെ തുടർന്നാണ് അഹമ്മദ് അൽ ഷാറ ഇസ്രായേലുമായിട്ടുള്ള ഗോലാൻ ഹെയ്റ്റ്സ് വിഷയം എടുത്ത് ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. കാരണം വേറെ വഴിയില്ല മൂപ്പർക്ക്. അപ്പം അതുകൊണ്ട് ഇതെടുത്ത് വെച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഇസ്രായേലിന് ഇതെടുത്ത് വെച്ചേ പറ്റൂ. അപ്പം ഇപ്പം ഇത് പറഞ്ഞു നിൽക്കാനൊരു ന്യായീകരണം, അതായത് സിറിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്, അൽഷാം എന്ന് പറഞ്ഞാൽ സിറിയയാണ്, അപ്പോൾ ഈ അൽഷാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നത്, അപ്പോൾ അൽഷാമിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും, അല്ലാതെ ഇറാൻ എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ഇസ്രായേലുമായിട്ട് എനിക്ക് നെഗോസിയേഷൻ ചെയ്യേണ്ടത് ഈ പർട്ടിക്കുലർ വിഷയത്തിലേക്കാണ്. ഏതാണ്? ഈ ഗോലാൻ ഹൈറ്റ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇസ്രായേലുമായിട്ട് ചർച്ച നടത്തുമെന്നാണ് പറഞ്ഞിട്ട് ഇങ്ങനെ മാനേജ് ചെയ്തു പോകുന്നത്. പക്ഷേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ യവന്മാർക്ക് മനസ്സിലാവുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഐസിസ് എന്ന് പറഞ്ഞാൽ ബ്രദർഹുഡിൻ്റെ ഫണ്ടമെന്റലിസം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊരിക്കലും ഇതൊക്കെ കേട്ടിട്ട് മടങ്ങിപ്പോകുന്ന ആൾക്കാരല്ല. അഹമ്മദ് അൽ ഷാറയുടെ ആർമിക്ക് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടോ അതിനനുസരിച്ച് പിടിച്ചു നിൽക്കാം. ഇനി നമ്മൾ റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ, റഷ്യ ശരിക്കും ഉക്രൈൻ്റെ കയ്യിൽ നിന്നും എണ്ണപ്പാടങ്ങളെ സംരക്ഷിക്കാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. റഷ്യ എന്തുകൊണ്ടാണ് ഇത്രമാത്രം കെയർലെസ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയില്ല. വേൾഡിൽ തന്നെ 2ാമത്തെ പൊസിഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും റഷ്യ ഉക്രൈൻ്റെ കയ്യിൽ നിന്നും എണ്ണപ്പാടങ്ങൾ സംരക്ഷിക്കാൻ പെടാപ്പാട് പെടുന്ന സാഹചര്യമാണ്. ഇന്നലെയും റഷ്യയുടെ 2 എണ്ണപ്പാടങ്ങൾ ഉക്രൈൻ അടിച്ച് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതാണ് സാഹചര്യം. അതായത് 40% റഷ്യയുടെ റിഫൈനറി കപ്പാസിറ്റി ഉക്രൈൻ്റെ ആക്രമണം കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് 45% ഉയർന്നിരിക്കുകയാണ്. കാരണം നിരന്തരം എണ്ണപ്പാടങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണ് ഉക്രൈൻ. ഇപ്പം കീവ് കേന്ദ്രീകരിച്ച് റഷ്യ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഏരിയയിലൊക്കെ ഇവാക്യുവേഷൻ ഓർഡറൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഫിലിപ്പൈൻസ് 4000 ഏക്കർ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് ചേർന്ന് ഡിഫൻസ് സെക്യൂരിറ്റി സോൺ നിർമ്മിക്കാൻ പോവാണ്. അപ്പോൾ അതായത് ഞാൻ ഇതിനു മുമ്പ് ഒരു വാർത്ത ഇട്ടിട്ടുണ്ട്, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്ട്രേറ്റ് ഓഫ് മലാക്കയിൽ അമേരിക്കയുടെ താല്പര്യം പ്രകടിപ്പിച്ച് ഇന്തോനേഷ്യയുമായിട്ട് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് വെച്ചിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫിലിപ്പൈൻസിൽ ഇപ്പോൾ 4000 ഏക്കറിൽ സെക്യൂരിറ്റി സോണുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ് തയ്യാറാകുകയാണ്. ഇതെല്ലാം തന്നെ ചൈനയ്ക്ക് ഒരുക്കുന്ന കെണികളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ, ഒരു യുദ്ധം വീണ്ടും തുടങ്ങാനുള്ള സാധ്യതകൾ രൂപപ്പെടുന്നുണ്ട്. ഇനി അത് തുടങ്ങണോ വേണ്ടിയോ എന്നുള്ളത് ട്രംപിന്റെ കയ്യിലാണ്. പക്ഷേ ഇറാന് വഴങ്ങിക്കൊണ്ടുള്ള ഒരു നെഗോസിയേഷൻ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല, അസാധ്യമാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്ക ഇതേപോലെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തന്നെ ഇത് മുന്നോട്ട് പോകാനാണ് സാധ്യത. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇറാന് വേണ്ടിയിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന്റെ ബ്ലോക്കേഡ് അമേരിക്ക മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാര്യങ്ങളൊക്കെ മാറി മറിയും. അവിടെ യുദ്ധം അമേരിക്കയുടെ കയ്യിൽ നിന്നും വഴുതി പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒന്നെങ്കിൽ തുടങ്ങിയ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറന്നു കൊടുത്ത് ഒരു കണ്ടീഷനും വേണ്ട എന്ന് വെച്ചിട്ട് മിണ്ടാതെ മടങ്ങി പോവുക. ഇതാണ് ഇപ്പോൾ അമേരിക്കയുടെ മുന്നിലുള്ള 2 ഓപ്ഷൻസ്. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഇസ്രായേലിനെ വെച്ചിട്ട് ആക്രമണം തുടരുക. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം. ഇതിലിപ്പോൾ ട്രംപ് ഏത് ഓപ്ഷൻ സ്വീകരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് നമ്മളിവിടെ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.